നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ ഒരു മിസ്സിംഗ് റോഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ ഗൂഗിൾ മാപ്സ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് തുറന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത് സാറ്റലൈറ്റ് വ്യൂയ്ക്ക് മാറ്റണം. അത് മാറ്റിയതിന് ശേഷമേ നമുക്കൊരു എക്സാക്റ്റ് നമ്മളുടെ റോഡിൻ്റെ പൊസിഷൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ നാട്, പഴഞ്ഞിയാണ് എൻ്റെ നാട്. കുന്നംകുളത്തൊരു ചെറിയ ഗ്രാമമാണ് പഴഞ്ഞി. അപ്പോൾ പഴഞ്ഞിയിലൊരു റോഡാണ് നമ്മളിന്ന് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റോഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ താഴത്തെ നമ്മളുടെ പാനലിൽ നമ്മളൊരു കോൺട്രിബ്യൂട്ട് ക്ലിക്ക് ചെയ്യുക. കോൺട്രിബ്യൂട്ട് ക്ലിക്ക് ചെയ്യുന്നതിന് ഇവിടെ നമ്മൾ മിസ്സിംഗ് പ്ലേസ് ആഡ് ചെയ്തിട്ടുള്ളതും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കും. അഥവാ നമ്മളൊരു ലോക്കൽ ഗൈഡ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അപ്ലൈ കൊടുത്തതിന് ലോക്കൽ ഗൈഡായി മാറും. എന്നിട്ട് നമുക്ക് മുകളിൽ കാണുന്ന എഡിറ്റ് മാപ്പ് കൊടുക്കാം. എഡിറ്റ് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മിസ്സിംഗ് പ്ലേസ്, മിസ്സിംഗ് അഡ്രസ്സ്, മിസ്സിംഗ് റോഡ്. അപ്പോൾ നമ്മൾ ഈ മിസ്സിംഗ് റോഡ് ക്ലിക്ക് ചെയ്യാം. പിന്നെ വേറെ നമ്മുടെ ലൊക്കേഷൻ കൃത്യ സ്ഥലത്തല്ല കാണിക്കുന്നതെങ്കിൽ നമുക്കതും ഒരു റിപ്പോർട്ടായിട്ട് അയക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മിസ്സിംഗ് റോഡ് നമ്മൾ മെയിനായിട്ടുള്ള കാര്യം നോക്കാം. അപ്പോൾ മിസ്സിംഗ് റോഡിന് നമുക്കിപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ബ്ലാക്ക് ഒരു സ്പോട്ട് ചെയ്യുന്നൊരു സാധനം കാണാം. അത് നമ്മളുടെ റോഡിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനുള്ളൊരു ഉപകരണമാണെന്ന് വേണമെങ്കിൽ പറയാം, പോയിൻ്റർ അങ്ങനെ പറയാം. അപ്പോൾ ഇതൊരു മിസ്സിംഗ് റോഡാണ്. ഇത് കണ്ടോ, ഈ റോഡ് ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ റോഡ് ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്ത് നോക്കാം. ഈ റോഡൊന്ന് സൂം ചെയ്ത് നോക്കി മനസ്സിലാവും ഇതൊരു കോൺക്രീറ്റ് ചെയ്തൊരു റോഡാണ്. കോൺക്രീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അടുത്ത് കോൺക്രീറ്റ് ചെയ്താൽ തോന്നുന്നു, പക്ഷേ ഇവിടെ ടാറിങ് ആണ്. ഈ ഭാഗത്ത് ടാറിങ് ആണ്. ഇത് ഇവിടെ വന്ന് കയറുന്നുണ്ട്. നമ്മൾ എല്ലാതും കൃത്യമായി നോക്കണം. എന്തായാലും നമ്മളുടെ ഒരു എത്തിക്സിനെ വിരുദ്ധമായി നമ്മളൊന്നും ചെയ്യരുത്. പിന്നെ നമുക്ക് ഈ റോഡിൻ്റെ പേരറിയില്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട, അതങ്ങനെ ഇടാൻ നമുക്ക് പറ്റുമോ. നെയിം ഓപ്ഷണലാണ്. അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് നമുക്ക് നീക്കിയാണ് ഈ റോഡ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയും ചെറുതാക്കി എടുക്കുന്നോ അത്രയും ആക്യുറേറ്റ് ആയിരിക്കും നമ്മുടെ റോഡിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്കിങ്ങനെ എടുക്കാം. നമ്മളിപ്പോൾ സാധാരണ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കേസല്ല. ഞാൻ ഈ വഴിയിലൂടെ എപ്പോഴും യാത്ര ചെയ്യാറുള്ള ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ വഴി പെട്ടെന്ന് കണ്ണി പിടിച്ചത്. അല്ലാത്തവർക്കൊന്നും ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. സാധാരണ കിടക്കുന്ന ഒരു സ്ഥലത്തെ പോലെ തന്നെ നമ്മളിത് വിട്ട് കളയും. ഇത് വേറെ റോഡിൽ വന്ന് ചേരുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ആ റോഡ് ആഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഒരു റോഡ് ആഡ് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ടാക്കി വന്നത്. എനിക്ക് വളരെ ഇഷ്ടമായി ഇത്. ഇതാ നമ്മളിപ്പോൾ ഈ റോഡിലെത്തി. ഇതും അതും കാട്ടാമ്പാൽ പോർക്കുന്ന റോഡ് തന്നെയാണ്, പക്ഷേ ഇത് ചെറിയൊരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ നമ്മളുടെ ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക, മുകളിൽ കോർണറിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് റോഡിൻ്റെ നെയിം വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അത് ഓപ്ഷനിലാണ്, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഈ റോഡിൻ്റെ കൃത്യമായ പേരറിയില്ല. അപ്പോൾ നമുക്ക് റോഡിൻ്റെ ടൈപ്പ് ഏതാണെന്ന് ചോദിക്കും. അതിപ്പോൾ ഒരു ചെറിയ റോഡായതുകൊണ്ട് തന്നെ ലോക്കൽ റോഡ് സെലക്ട് ചെയ്യാം. വലിയ റോഡാണെങ്കിൽ നമുക്ക് മെയിൻ റോഡ് കൊടുക്കാം. കാർ പാർക്കിംഗ് ഉള്ള റോഡാണെങ്കിൽ കാർ പാർക്കിംഗ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലോക്കൽ റോഡ് സെലക്ട് ചെയ്തു. ഫർദർ ഡീറ്റെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ റോഡിനെ കുറിച്ച് നമുക്ക് സാങ്ഷൻ പെൻഡിങ് ആവാനൊന്നും ചെയ്യാതെ പെട്ടെന്ന് അപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ഓപ്ഷനിലായിട്ട് ഫർദർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അപ്രൂവ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ഒരു മോണിറ്ററൈസേഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞ ശേഷമാണ് അപ്രൂവ് ആവുള്ളൂ. അപ്പോൾ മുകളിൽ നമ്മളുടെ റോഡിൻ്റെ സ്ട്രക്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 15 പോയിൻ്റ് കിട്ടിയതായിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ 15 പോയിൻറ്റ്സിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമുക്കിതിൻ്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ പോകണം.
ഇതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോഴത്തെ ഈ വേർഷനിൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിൽ വരുന്നുണ്ട്. ആ മെയിലാണ് നമ്മളുടെ സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റിപ്പോർട്ട് അവർക്ക് കിട്ടിയെന്നാണ് അവർ മെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളുടെ റോഡ് നമ്മൾ ആഡ് ചെയ്തത് അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെയിലും കൂടി വരും. നമ്മളുടെ റോഡിൻ്റെ മിസ്സിംഗ് പ്ലേസ് ആഡ് ചെയ്തത് അപ്രൂവ് ആയി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യാൻ പിന്നീട് ചെന്ന് നോക്കുമ്പോൾ ആ റോഡ് നമുക്ക് അവിടെ കാണാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റോഡ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോകളുടെ പുഷ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശുഭദിനം.